പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലൊക്കെ കയറി ചോറൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കിന് കുക്കറിനകത്തേക്ക് കുറച്ച് കുമ്പളങ്ങയും പരിപ്പും കൂടി ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പും കുമ്പളങ്ങയും കഴുകി അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൻപയറാണ്. വൻപയറും വാഴയ്ക്കായും കൂടെ തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വൻപയർ ഇങ്ങനെ വേവിക്കുക കേട്ടോ. അപ്പോൾ വൻപയർ കുക്കറിനകത്തല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. കുക്കറിനകത്ത് ഇടുമായിരുന്നെങ്കിൽ പെട്ടെന്ന് വൻപയർ വെന്ത് കിട്ടിയേനെ. അപ്പോൾ കുക്കറിനകത്ത് ഞാൻ കുമ്പളങ്ങ വെച്ചുകൊണ്ട് പയർ അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചു കേട്ടോ. അപ്പോഴേക്കും വാഴയ്ക്കയൊക്കെ അരിഞ്ഞ് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഴയ്ക്ക കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പുമൊക്കെ അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ പയറും വാഴയ്ക്കായും ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പയർ വെന്തായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വാഴയ്ക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പ് വേകാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇളക്കിയിട്ട് കടുകൊക്കെ താളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കടുക് താളിച്ചിട്ടും ഇങ്ങനെ അരപ്പെല്ലാം ഇട്ട് തോരൻ വെക്കാറുണ്ട്. ഇങ്ങനെ ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടും കടുക് താളിച്ചൊഴിക്കാറുണ്ട് കേട്ടോ. പലരും പല രീതിയിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നേരത്തേക്കിന് കുമ്പളങ്ങയും റെഡിയായിരുന്നു കേട്ടോ. പരിപ്പും കുമ്പളങ്ങയും കൂടിയുള്ള ചാറുകറിയും റെഡിയായിരുന്നു. അപ്പോൾ പരിപ്പും കുമ്പളങ്ങയും ചാറുകറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ കുമ്പളങ്ങയും പരിപ്പും ചാറുകറി വെച്ചാൽ. പിന്നെ അതും റെഡിയായി കേട്ടോ. അപ്പം ഇന്ന് മീനൊന്നുമില്ല കേട്ടോ. 2 പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ, തോരനും ചാറുകറിയെ. പിന്നെ ഇടിയപ്പം ആണ് രാവിലെ ഉണ്ടാക്കുന്നത്. കാപ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇടിയപ്പം കേട്ടോ. പിന്നെ കുക്കറിനകത്ത് ഒരു തട്ടിക്കൂട്ട് കിഴങ്ങ് കറിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ശാമിക എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ശാമികയ്ക്ക് ചായയൊക്കെ കൊടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് പോണ വിശേഷങ്ങളാട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പശു അതിലേ വരുന്നുണ്ട്. പശുവിനെയൊക്കെ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഇൻട്രോ എടുത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. പറയാതെ ആളിങ്ങനെ നടന്നു വരുവാണേ. അപ്പം ചില ദിവസങ്ങളിൽ നല്ല മൂടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും നല്ലൊരു ഇൻട്രോ എടുക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നെന്തോ എടുത്തില്ലേ. അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. നിർബന്ധിക്കാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല, നിൽക്കത്തില്ല. 1-2 തവണ ഞാൻ പറയും ഒന്ന് എടുക്കാൻ പറഞ്ഞ് നല്ല മൂടുണ്ടെങ്കിൽ എടുക്കും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പറയുവേ. അപ്പോഴേക്കും ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ വീട് പണിക്കൊക്കെ വാർക്കപ്പണിക്കൊക്കെ എടുക്കുന്ന നമ്മുടെ മിറ്റിലും മണലും ഒക്കെ സിമെൻ്റൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന വണ്ടിയില്ലേ, ആ മെഷീനില്ലേ, ഈ മെഷീനെ ഞങ്ങൾ മിക്സി വണ്ടി എന്നൊക്കെ പറയും കേട്ടോ. കൊച്ചിനെ ഞങ്ങൾ ശാമികേനെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇതിനകത്ത് മിക്സി പോലെ ഇട്ടാൽ എല്ലാം കറങ്ങി വരും, അരച്ച് കിട്ടും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ശാമിക പറയുന്നത് ഇതിന് മിക്സി വണ്ടി എന്നാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ആ മെഷീൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പറഞ്ഞ് ഞങ്ങളും അതിനെ മിക്സി വണ്ടി എന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ എത്തി കേട്ടോ. സ്കൂളിലൊക്കെ എത്തി ടാറ്റയൊക്കെ തന്ന് ശാമിക ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ഞാൻ തിരിച്ച് വീട്ടിലേക്കും പോന്നു കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷമേ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. താങ്ക്